ഹലോ ഹായ് എല്ലാവർക്കും സെൻ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം. ബാക്കി വന്ന ചോറാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്ന ചോറ് അതിലേക്ക് നമ്മൾ ഒരു 3 ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ നിങ്ങളെടുക്കുക. ഒരു 3 ഏലക്ക, 1 കപ്പ് പഞ്ചസാര, ഒരല്പം ഉപ്പ്, കോൺഫ്ലവർ പൊടി കലക്കിയത്, ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നമ്മൾ നന്നായി ഇത് അരച്ചെടുക്കണം. ശേഷം അടുപ്പത്ത് വെച്ച് പാൻ ചൂടാക്കി അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് ഒഴിക്കുന്നത് എങ്കിൽ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇത് ചൂടായി കുറുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി കുറുകി വരുത്. നമ്മൾ ചോറും കോൺഫ്ലവറും ആയ കാരണം പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇനി നന്നായി കുറുകി വരുന്നുണ്ട്. നല്ല തിക്കായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിക്കുമ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് നന്നായി വേറിട്ടുണ്ട് വരും. നന്നായി ഇളകി ചട്ടിയിൽ നിന്ന് ഫുള്ള് നമ്മളെ മാവിലേക്ക് തന്നെ ഒട്ടിപ്പിടിച്ച് വരും. അത് നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ മാവ് നല്ല തിക്കായി നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതുപോലൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ സേമിയ വെള്ളത്തിലിട്ട് കുതിർത്തത് ഇതിൻ്റെ മേലെ വെതറുക. കട്ടി കുറച്ച് വെതറണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറുക്കി വെച്ച ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള മാവാണ്. നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ പരത്തി ഷേപ്പ് ചെയ്തെടുക്കണം. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമുക്ക്. എങ്കിലും നല്ല ചട്ടകം വെച്ചിട്ട് നമുക്ക് നന്നായി പരത്തി അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ സേമിയ കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഏത് സേമിയ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ക്യാരറ്റിൻ്റെ സ്റ്റോക്ക് ഉണ്ട കാരണം ഞാൻ അതാണ് ഇടുന്നത്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂർ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കണം. ശേഷം നമുക്ക് 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം. ഇനി ഈസിയായി ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ, നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. ആ കുഞ്ഞു ബെല്ലൈക്കണും അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.